എന്താ മാങ്ങാണ്ടി കരുതിയേ? പാത്തും പതുങ്ങിയും തലസ്ഥാനത്ത് വന്നതിന് ശേഷം നിയമസഭ ആരംഭിച്ച് 20 മിനിറ്റ് വൈകി അവിടെ എത്തി ഞാൻ വലിയ കേമനെ പോലെ കയറി ഇരുന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ സ്വൈര്യവിഹാരം നടത്താമെന്നോ? SFIയും DYFIക്കാരൊക്കെ ഈ നാട്ടിൽ ഇല്ലാതിരിക്കണം. എന്തായാലും ആദ്യ സാമ്പിൾ ഇന്ന് നിയമസഭയുടെ മുന്നിൽ SFIക്കാർ പൊട്ടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വഷളാകാനാണ് സാധ്യത. എന്തായാലും ആ വണ്ടി തടഞ്ഞതിന് ശേഷം SFIയുടെ തിരുവനന്തപുരത്തെ ജില്ലാ നേതാവ് മാങ്ങാണ്ടിയോട് പറഞ്ഞ തഗ് ഡയലോഗ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങളുടെ ബാക്കിൽ ആ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പുള്ളി ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഇപ്പൊ എവിടെയാണ്? പുള്ളി കാണിക്ക്. പുള്ളി എവിടെയാണ്? ഇത്രയും നേരം നിങ്ങളോടൊപ്പം ആ ജില്ലാ പ്രസിഡന്റ് അതിനകത്തുണ്ടല്ലോ. ആ ജില്ലാ പ്രസിഡന്റ് എവിടെ? നിങ്ങൾ കാണിക്ക്. ഞങ്ങളുടെ പ്രതിഷേധം കാണിച്ചത് ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചതാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിനപ്പുറം ആക്രമിക്കാനോ ഒന്നും വന്നതല്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനപ്പുറം ചെയ്യാം. ഞങ്ങൾ ആക്രമിക്കാനൊന്നും വന്നതല്ല. ഞങ്ങളിവിടെ ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ. ഞങ്ങളിവിടെ പോലീസ് അതെ, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാനാണ്. പിന്നെ മാങ്ങാണ്ടിയുടെ ആവശ്യം പ്രകോപനം സൃഷ്ടിച്ച് എന്തെങ്കിലും ഒരു അടി ഇരന്ന് വാങ്ങേണ്ടതുണ്ട്. ഒരു ഏറെങ്കിലും എന്റെ വാഹനത്തിന്റെ പുറത്തു വീഴണം. പിന്നെ ഇരവാദമായി ആ ഇരവാദം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള അവസരം കാത്തിരിക്കുകയാണ്. ആക്രമിക്കുന്നവർ ശ്രദ്ധിക്കുക. കല്ലും കട്ടകളൊക്കെ ദയവായി ഒഴിവാക്കുക. അതിനെയൊക്കെ അവസരമാക്കി എടുക്കാനാണ് ഇരിക്കുന്നത്. എന്തായാലും നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം കൊടുത്ത് പ്രലോഭിപ്പിച്ച് ഗർഭം ഉണ്ടാക്കി കൊടുത്ത് അത് കലക്കിയതിനു ശേഷം ഈ നാട്ടിലിറങ്ങി നികുതിപ്പണം പറ്റി സുഖിച്ച് ജീവിക്കാമെന്ന് എന്തായാലും മാങ്ങാണ്ടി കരുതണ്ട. ഈ നാട്ടിൽ ചെറുപ്പങ്ങളുണ്ട്. വഴി സ്വൈര്യമായിട്ട് നടന്നു പോകാമെന്നുള്ള വ്യാമോഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ വഴിയെ കാണാം. അതിന്റെ ഒരു ചെറിയ സൂചനയും ഒപ്പം മറുപടിയുമാണ് മാങ്ങാണ്ടിക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ MLA ആയതുകൊണ്ട് പോലീസുകാരുടെ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതാണല്ലോ മാങ്ങാണ്ടിയുടെ ആത്മവിശ്വാസവും. എല്ലാ കാലത്തും ഈ സുരക്ഷിത കവചത്തിലൊന്നും അങ്ങ് സഞ്ചരിച്ച് കളയാമെന്ന് മാങ്ങാണ്ടി കരുതല്ലേ. എന്ത് തോന്നിവാസവും എന്ത് തെമ്മാടുത്തോ ഈ നാട്ടിൽ കാട്ടിയതിനു ശേഷം ഞാനൊരു കേമനാണ്, ഞാനൊരു സവർണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്കിതൊക്കെ ആകാം, പരാതിക്കാരിയായിട്ടുള്ളവരെ സമ്മർദ്ദം ചെലുത്തി അത് പുറത്തു വരാതിരിക്കാനൊക്കെ ഇടപെടൽ നടത്തിയതിനു ശേഷം കേമനായി നടക്കാമെന്നൊന്നും കരുതണ്ട. അതൊക്കെ വ്യാമോഹം മാത്രമാണെന്ന് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടും.